ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രിസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ SCERT സോഷ്യൽ സയൻസിൽ നിന്നുള്ള 3ാമത്തെ ചാപ്റ്ററാണ് പഠിക്കുന്നത്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരാണ് തൊഴിൽ വൈവിധ്യങ്ങൾ. അപ്പോൾ ഇതിനു മുമ്പ് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ നിന്നുള്ള 1, 2 ചാപ്റ്റർ, 5ാം ക്ലാസ്സിലെ സയൻസിൽ നിന്നുള്ള 4 ചാപ്റ്റേഴ്സ്, ഇതൊക്കെ കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് നമ്മൾ പ്ലേലിസ്റ്റിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് കാണുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരാണ് തൊഴിൽ വൈവിധ്യങ്ങൾ. അപ്പോൾ ഇവിടെ ആദ്യമേ തന്നെ 2 ചിത്രങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. അതിലൊരു കുട്ടി പൂന്തോട്ടം നനയ്ക്കുന്നു. അതുപോലെ രക്ഷകർത്താക്കൾ കുട്ടിക്ക് സമ്മാനം നൽകുന്നു. ദിവസേന വീട്ടിലെ പൂന്തോട്ടം കൃത്യതയോടെ നനയ്ക്കുന്നതിന് കീർത്തിക്ക് അച്ഛനും അമ്മയും മിഠായി സമ്മാനമായി നൽകുന്നു. വീട്ടിലെ തുണികൾ കൃത്യതയോടെ മടക്കി വയ്ക്കുന്നതിന് തേജസിൻ്റെ അച്ഛനും അമ്മയും കഥാപുസ്തകം സമ്മാനമായി നൽകുന്നു. മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. പൂന്തോട്ടം നനച്ചതിന് കീർത്തിക്ക് ലഭിച്ചത് എന്താണ്? അപ്പോൾ നമ്മൾ കണ്ടു, കീർത്തിക്ക് എന്ത് ചെയ്തു? സമ്മാനമായിട്ട് മിഠായിയാണ്. മിഠായി സമ്മാനമായി അച്ഛനും അമ്മയും എന്ത് സമ്മാനമായി നൽകി? മിഠായി സമ്മാനമായി നൽകി. ഇനി തേജസ്സിനാണെങ്കിൽ എന്ത് ചെയ്തു? അച്ഛനും അമ്മയും തുണി മടക്കി വെച്ചതിന് തേജസ്സിന് കഥാപുസ്തകം എന്ത് ചെയ്തു? സമ്മാനമായി നൽകി. വീട്ടിലെ തുണികൾ മടക്കി വെച്ചതിന് മാതാപിതാക്കൾ എങ്ങനെയാണ് തേജസ്സിനെ അനുമോദിച്ചത്? അപ്പം നമ്മൾ പറഞ്ഞു എന്താണ്? കഥാപുസ്തകം വാങ്ങി നൽകി അനുമോദിച്ചു. നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവർ ചെയ്യുന്ന ജോലിക്ക് പകരമായി എന്താണ് ലഭിക്കുന്നത്? അപ്പം അതാണ് അടുത്ത് നമ്മൾ പഠിക്കുന്നത്. വരുമാനം. ഇവിടെ ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഇവിടെ 2-3 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അപ്പം അതിൽ ഒന്നാമത്തെ ചിത്രത്തിൽ ഒരു ടീച്ചർ ക്ലാസ് എടുക്കുന്നു. രണ്ടാമത്തേൽ ഒരു മാർക്കറ്റാണ്, ഒരു ഫ്രൂട്ട്സ് കടയാണ് തന്നിരിക്കുന്നത്. ഇനി മൂന്നാമതായിട്ട് കുട്ടികൾ എന്ത് ചെയ്യുന്നു? കുട്ടികൾ ക്യാരം ബോർഡ് കളിക്കുകയാണ്. ഇനി ഇവിടെ ഡോക്ടർ രോഗിയെ പരിശോധിക്കുന്നു. അതുപോലെ തന്നെ കുട്ടികൾ ചിത്രം വരയ്ക്കുന്നു. ഇവിടെ 4 കുട്ടികൾ എന്ത് ചെയ്യുന്നു? വോളിബോൾ കളിക്കുന്നു. അപ്പോൾ ഇവിടെ വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ ചിത്രങ്ങൾ നൽകിയിരിക്കുന്നത് നിരീക്ഷിച്ചല്ലോ. അപ്പോൾ വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ ചിത്രങ്ങളാണ് നമ്മൾ മുകളിൽ കണ്ടത്. ഓരോരുത്തരും ഏതെല്ലാം പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്? അപ്പം നമ്മൾ കണ്ടു അവിടെ എന്തൊക്കെയാണ്? കച്ചവടക്കാരനെ കണ്ടു, കച്ചവടം. അതുപോലെ അധ്യാപനം. അതുപോലെ ഡോക്ടറുടെ സേവനം കണ്ടു. അതുപോലെ തന്നെ കുട്ടികൾ ക്യാരം ബോർഡ് കളിക്കുന്നത് കണ്ടു. വോളിബോൾ കളിക്കുന്നത് കണ്ടു. അതുപോലെ കളർ ചെയ്യുന്നത് കണ്ടു, ചിത്രങ്ങൾ വരയ്ക്കുന്നത് കണ്ടു. ഇങ്ങനെ ഇവയിൽ ഏതെല്ലാം പ്രവർത്തനങ്ങൾക്കാണ് പ്രതിഫലമായി പണം ലഭിക്കുന്നത്? അപ്പോൾ നമ്മൾ കണ്ടായിരുന്നു എന്തിനൊക്കെയാണ് പ്രതിഫലമായിട്ട്. ഇവിടെ അധ്യാപനത്തിന് പ്രതിഫലമായിട്ട് പണം ലഭിക്കുന്നുണ്ട്. അതുപോലെ കച്ചവടത്തിന് എന്താണ് പ്രതിഫലമായിട്ട്? കച്ചവടത്തിന് പ്രതിഫലമായിട്ട് പണം ലഭിക്കുന്നുണ്ട്. അതുപോലെ ഡോക്ടർക്ക് എന്ത് ചെയ്യുന്നു? ഡോക്ടറുടെ സേവനത്തിന് എന്ത് നൽകുന്നുണ്ട്? പ്രതിഫലം നൽകുന്നുണ്ട്, അല്ലെങ്കിൽ പണം ലഭിക്കുന്നു. ഇനി ഏതെല്ലാം പ്രവർത്തനങ്ങൾക്കാണ് സമ്മാനം ലഭിക്കുന്നത്? അപ്പോൾ ഏതെല്ലാം പ്രവർത്തനങ്ങൾക്ക് സമ്മാനം ലഭിക്കുന്നു? വോളിബോൾ കളിക്കുന്നതിന്, ബോൾ കളിക്കുന്നതിന് എന്ത് കിട്ടുന്നുണ്ട്? കുട്ടികൾക്ക് സമ്മാനം ലഭിക്കുന്നുണ്ട്. ബോൾ കളിച്ചപ്പോൾ എന്ത് സമ്മാനം കൊടുക്കുന്നുണ്ട്. അതുപോലെ ക്യാരംസ് കളിക്കുന്നതിന് എന്ത് കിട്ടുന്നുണ്ട്? സമ്മാനം കിട്ടുന്നുണ്ട്. ക്യാരംസിന് സമ്മാനം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചിത്രം വരയ്ക്കുന്നതിന് അതിനും എന്ത് കിട്ടുന്നുണ്ട്? സമ്മാനം നൽകുന്നുണ്ട്.
നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾക്ക് സമ്മാനവും ചിലതിന് പ്രതിഫലവും ലഭിക്കുന്നു. അപ്പം നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾക്ക് എന്താ ലഭിക്കുന്നത്? സമ്മാനമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ചിലതിന് നമ്മൾ കിട്ടും? നമുക്ക് പ്രതിഫലം ലഭിക്കുന്നു. അധ്യാപനം, കച്ചവടം, ആതുര സേവനം തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ വ്യക്തികൾക്ക് പ്രതിഫലമായി പണം ലഭിക്കുന്നു. അപ്പം എന്തിലൂടെയൊക്കെയാണ് നമുക്ക് പണം പ്രതിഫലമായിട്ട് ലഭിക്കുന്നത്? അധ്യാപനം, അതുപോലെ കച്ചവടം, ആതുര സേവനം തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ വ്യക്തികൾക്ക് പ്രതിഫലമായി എന്ത് ലഭിക്കുന്നു? പണം ലഭിക്കുന്നു. വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് വരുമാനം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും, വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ആ വ്യക്തിക്ക് ലഭിക്കുന്ന പണമാണ് എന്തെന്ന് പറയുന്നത്? വരുമാനം എന്ന് പറയുന്നത്. ഇങ്ങനെ പണം പ്രതിഫലമായി ലഭിക്കുന്ന മറ്റു പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് അന്വേഷിച്ചു കണ്ടെത്താനും പറഞ്ഞിട്ടുണ്ട്. അടുത്ത് ഇവിടെ പഠിപ്പ് തീർന്നാൽ, ഇവിടെ ഒരു കവിതയാണ് ഈ കവിത. ഇനി തൊഴിലിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു കവിതയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ പഠിപ്പ് തീർന്നാൽ, ഇവിടെ പഠിപ്പ് തീർന്നാൽ എന്ത് ചെയ്യും എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിലാണ് ഒരു കവിത തുടങ്ങുന്നത്. ചോദ്യം എങ്ങനെയാണ്? പഠിപ്പ് തീർന്നാൽ പള്ളിക്കൂടം വിട്ട് കഴിഞ്ഞെന്നാൽ പറയുക പിന്നീടെന്തൊരു പണിക്ക് പോകും നീ. അപ്പോൾ ഒന്നാമനോട് ചോദിക്കുകയാണ്. എന്താണ് ചോദ്യം? ഇതായിരുന്നു, പഠിപ്പ് തീർന്നാൽ പള്ളിക്കൂടം വിട്ട് കഴിഞ്ഞെന്നാൽ പറയുക പിന്നീടെന്തൊരു പണിക്ക് പോകും നീ. അപ്പോൾ ഇവിടെ ഒന്നാമൻ ഉത്തരം പറയുന്നു. എന്താണ്? കൃഷിക്ക് പോകും ഞാൻ, കൃഷിക്ക് നമ്മുടെ പിതാക്കൾ ചെയ്തൊരു തൊഴിൽക്ക് പോകും ഞാൻ. അപ്പോൾ എന്താണ്? നമ്മുടെ പിതാക്കൾ ചെയ്ത ആ തൊഴിൽ, അതാണ് കൃഷി. ആ കൃഷിക്ക് പോകുമെന്നാണ് ഒന്നാമൻ ഉത്തരം പറഞ്ഞത്. ഇനി രണ്ടാമൻ പറയുന്നു എന്താണ്? പണം മുടക്കി കോടിക്കണക്കിന് കച്ചവടത്തിനായി തുനിഞ്ഞിടും ഞാൻ, തൊഴിലിതിൽ നല്ലത് വേറൊന്നുണ്ടാമോ. അപ്പോൾ രണ്ടാമൻ ചോദിക്കുന്നത് എന്താണ്? ഞാൻ പണം മുടക്കി, കോടിക്കണക്കിന് പണം മുടക്കി എന്ത് ചെയ്യും? കച്ചവടത്തിന് പോകും. ഇതിലും വേറെ നല്ല തൊഴിലുണ്ടോ എന്നാണ് രണ്ടാമൻ ചോദിക്കുന്നത്. ഇനി മൂന്നാമൻ പറയുന്നത് എന്താണ്? നാട്ടിലെ ശിക്ഷിതരായലയുന്ന ശിശുക്കളെയെല്ലാം ഞാൻ കൂട്ടി മികച്ചൊരു വിദ്യാനിലയം ആരംഭിച്ചിടും. അപ്പം നാട്ടിലെ ശിക്ഷിതരായി അലയുന്ന ശിശുക്കൾക്കെല്ലാം ഞാൻ എന്ത് ചെയ്യും? അവരെല്ലാം കൂട്ടി മികച്ചൊരു വിദ്യാനിലയം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് മൂന്നാമൻ പറയുന്നത്. അപ്പോൾ അതൊരു അധ്യാപകനായി തീരാനുള്ള ആഗ്രഹമാണ്. ഇനി നാലാമൻ എന്താ പറയുന്നത്? പഠിപ്പ് തീർന്നാൽ പട്ടാളത്തിൽ പോയി ചേരും ഞാൻ, പടനായകനായി ഭാരതരാജ്യം പരിപാലിക്കും ഞാൻ. അപ്പോൾ നാലാമൻ പറഞ്ഞു എന്താണ്? പഠിപ്പ് തീർന്നാൽ ഞാൻ എങ്ങോട്ട് പോകും? ഞാൻ പട്ടാളത്തിൽ പോയി ചേരും. പട്ടാളമാകാനാണ് പുള്ളിക്ക് താല്പര്യം. അപ്പോൾ ഇത് വെറുതെ ഉള്ള ഒരു കവിതയല്ല, ഇത് നമ്മുടെ NV കൃഷ്ണവാര്യർ എഴുതിയ കവിതയാണ്. ഇപ്പോൾ PSCയിൽ ഒരു ട്രെൻഡ് അനുസരിച്ച് ഇതിലേതെങ്കിലും ഒരു കവിത തന്നിട്ട് ഇതാരുടെ വരികളാണെന്ന് ചോദിക്കാം. അപ്പോൾ NV കൃഷ്ണവാര്യർ എഴുതിയ കവിതയാണ് നമ്മളിവിടെ കണ്ടത്. വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷം നാം തിരഞ്ഞെടുക്കുന്ന വിവിധ തൊഴിലുകളെക്കുറിച്ചാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്തെല്ലാം തൊഴിലുകളെക്കുറിച്ചാണ് ഈ വരികളിൽ കവി പറഞ്ഞത്? അപ്പോൾ എന്തിനെയൊക്കെ കുറിച്ചാണ് പറഞ്ഞത്? ഒന്നാമത് നമ്മൾ പറഞ്ഞു കൃഷിയെക്കുറിച്ച് പറഞ്ഞു. രണ്ടാമത് എന്താണ്? കച്ചവടത്തെക്കുറിച്ച് പറഞ്ഞു. മൂന്നാമത് എന്തായിരുന്നു? മൂന്നാമത് അധ്യാപനത്തെക്കുറിച്ച് പറഞ്ഞു. നാലാമത് പറഞ്ഞു എന്താണ്? സൈന്യത്തിൽ ചേരുന്ന കാര്യം, പട്ടാളക്കാരനാകുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ ഭാവിയിൽ നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന തൊഴിൽ ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. കായികമായ തൊഴിൽ മാത്രമാണോ മനുഷ്യർ ചെയ്യുന്നത്? വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ബൗദ്ധികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് തൊഴിലെന്ന് പറഞ്ഞാൽ, വരുമാനത്തിനായി ഒരു വ്യക്തി
കായികമായോ ബൗദ്ധികമായോ ചെയ്യുന്ന പ്രവർത്തനം, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? തൊഴിലെന്ന് പറയുന്നത്. തൊഴിലിന് പ്രതിഫലം കൂലിയായോ ശമ്പളമായോ ലഭിക്കുന്നു. അപ്പോൾ തൊഴിലിനുള്ള പ്രതിഫലം എങ്ങനെയാണ്? അതൊന്നിൽ കൂലിയായിട്ട് നൽകും, അല്ലെങ്കിൽ ശമ്പളമായിട്ട് ലഭിക്കും. വ്യക്തികളുടെ പ്രധാന വരുമാന മാർഗമാണ് തൊഴിൽ എന്ന് പറയുന്നത്. അപ്പോൾ വ്യക്തികളുടെ പ്രധാന വരുമാന മാർഗം എന്താണ്? അതാണ് തൊഴിൽ. അപ്പോൾ വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ബൗദ്ധികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിലെന്ന് പറയുന്നത്. തൊഴിലിന് ലഭിക്കുന്ന പ്രതിഫലത്തെ കൂലിയോ അല്ലെങ്കിൽ ശമ്പളമോ എന്ന് പറയാം. വ്യക്തികളുടെ പ്രധാന വരുമാന മാർഗമാണ് തൊഴിലെന്ന് പറയുന്നത്. അടുത്ത നമ്മൾ പറയുന്നത് കൂലിയും ശമ്പളവും. അപ്പോൾ കൂലിയും ശമ്പളവും എങ്ങനെയാണെന്നാണ് അടുത്ത് പറയുന്നത്. കരാർ പ്രകാരം സേവനങ്ങൾ നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളിക്ക് നൽകുന്ന പ്രതിഫലമാണ് കൂലി. അപ്പോൾ എന്താണ് കൂലി എന്ന് പറഞ്ഞാൽ? എന്താണ് കൂലി, എന്താണ് ശമ്പളം? അതിനുള്ള വ്യത്യാസമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കരാർ പ്രകാരം സേവനങ്ങൾ നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളിക്ക് നൽകുന്ന പ്രതിഫലമാണ് എന്ത്? കൂലി എന്ന് പറയുന്നത്. മണിക്കൂറുകളുടെയോ ദിവസത്തിൻ്റെയോ അടിസ്ഥാനത്തിലാണ് കൂലി നിശ്ചയിക്കപ്പെട്ട് നൽകുന്നത്. അപ്പോൾ ഒന്നുകിലും മണിക്കൂർ അടിസ്ഥാനത്തിലായിരിക്കും കൂലി നൽകുന്നത്, അല്ലെങ്കിൽ ദിവസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾക്ക് കൂലി നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ പ്രതിമാസ അടിസ്ഥാനത്തിൽ ജീവനക്കാർ നിർവഹിക്കുന്ന ജോലിക്ക് തൊഴിലുടമ നൽകുന്ന പ്രതിഫലമാണ് ശമ്പളം എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം, മാസത്തിൽ നമുക്ക് എന്ത് കിട്ടുന്ന വരുമാനം, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ശമ്പളം എന്ന് പറയുന്നത്. അപ്പോൾ പ്രതിമാസ അടിസ്ഥാനത്തിൽ ജീവനക്കാർ നിർവഹിക്കുന്ന ജോലിക്ക് തൊഴിലുടമ നൽകുന്ന പ്രതിഫലം, അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ശമ്പളം എന്ന് പറയുന്നു. നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാണ് വരുമാനം ലഭിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്? അപ്പോൾ അത് കുട്ടികൾക്കുള്ള വർക്കാണ്. ഇനി നമ്മൾ പറയുന്നത് വരുമാന സ്രോതസ്സുകളെ കുറിച്ചാണ്. വരുമാന സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? നമുക്ക് ചുറ്റുമുള്ള ആളുകൾ വരുമാനം നേടുന്നത് വിവിധ തരം തൊഴിലുകളിലൂടെയാണല്ലോ. കൃഷി, ബിസിനസ്, ബാങ്ക് നിക്ഷേപങ്ങൾ, ആസ്തികൾ എന്നിവയിൽ നിന്നും വരുമാനം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ മേഖലയിൽ നിന്നാണ് നമുക്ക് വരുമാനം ലഭിക്കുന്നത്? കൃഷിയിൽ നിന്ന്, അതുപോലെ ബിസിനസ്സിൽ നിന്ന്, ബാങ്ക് നിക്ഷേപങ്ങളിൽ നിന്ന്, ആസ്തികൾ നമ്മുടെ വസ്തുവകകളിൽ നിന്ന് ഒക്കെ നമുക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? വരുമാനം ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വരുമാനം ലഭിക്കുന്ന അധ്വാനമോ വസ്തുവകകളോ ആണ് വരുമാന സ്രോതസ്സുകൾ. അപ്പോൾ വരുമാനം ലഭിക്കുന്ന അധ്വാനമോ വസ്തുവകകളോ ആണ് വരുമാന സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. ഇനി ആസ്തികൾ, വിവിധ രൂപത്തിലുള്ള ധനവിഭവങ്ങളാണ് ആസ്തികൾ എന്ന് പറയുന്നത്. അപ്പോൾ വിവിധ രൂപത്തിലുള്ള ധനവിഭവങ്ങളെ എന്തെന്ന് പറയുന്നു? ആസ്തികൾ എന്നറിയപ്പെടുന്നു. കെട്ടിടങ്ങൾ, വസ്തുവകകൾ തുടങ്ങിയ ആസ്തികൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ നമ്മുടെ കെട്ടിടങ്ങൾ, നമ്മുടെ വസ്തുവകകൾ, ഇവയൊക്കെ എന്തിനുദാഹരണമാണ്? ആസ്തികൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ആസ്തി എന്ന് പറഞ്ഞാൽ എന്താണ്? വിവിധ രൂപത്തിലുള്ള ധനവിഭവങ്ങളാണ് ആസ്തികൾ. ഇനി വിവിധ വരുമാന സ്രോതസ്സുകൾ ചിത്രീകരിച്ചിരിക്കുന്ന ഡയഗ്രം പൂർത്തിയാക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ വരുമാന സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? തൊഴിൽ നമ്മൾ പറഞ്ഞായിരുന്നു. ഏതൊക്കെയാണ്? ഇപ്പോൾ കൃഷി എന്ന് പറയുന്നത് ഒരു വരുമാന സ്രോതസ്സാണ്. അതുപോലെ കച്ചവടം എന്ന് പറയുന്നത് എന്താണ്? വരുമാന സ്രോതസ്സാണ്. പിന്നെ എന്താണ്? ബാങ്ക് നിക്ഷേപങ്ങൾ എന്ന് പറയുന്നത് വരുമാന സ്രോതസ്സാണ്. അതുപോലെ നമ്മുടെ ആസ്തികൾ അതായത് കെട്ടിടങ്ങൾ, അതുപോലെ മറ്റ് വിഭവങ്ങൾ, ഇതൊക്കെ വസ്തുവകകൾ, ഇതൊക്കെ എന്താണ്? ആസ്തികളാണ്. അപ്പം ഇതാണ് നമ്മുടെ വരുമാന സ്രോതസ്സുകളിൽ ഉൾപ്പെടുന്നത്. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം പട്ടികപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. അപ്പോൾ വരുമാന സ്രോതസ്സുകൾ പറഞ്ഞിട്ടുണ്ട്, അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ഏതൊക്കെയാണെന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി കൃഷി, ഒരാൾ കൃഷി ചെയ്താൽ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? വിളവ് കിട്ടും, വിള ലഭിക്കും, അല്ലേ? അതാണ് നമ്മുടെ വരുമാനം എന്ന് പറയുന്നത്. ഇനി തൊഴിൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? കൂലി അല്ലെങ്കിൽ ശമ്പളം ലഭിക്കുന്നു, അതാണ് നമ്മുടെ വരുമാനം. ബിസിനസ് ചെയ്താൽ എന്താണ്? ലാഭമുണ്ടാകാം, അതുപോലെ നഷ്ടവും ഉണ്ടാകാം. അപ്പോൾ ലാഭമാണ്
അതുമാണ് നമ്മുടെ വരുമാനം എന്ന് പറയുന്നത്. ഇനി ബാങ്ക് നിക്ഷേപം, ബാങ്കിൽ നമ്മൾ പൈസ നിക്ഷേപിക്കുന്നു, അപ്പോൾ ബാങ്ക് നമുക്ക് എന്ത് തരുന്നു? പലിശ നൽകുന്നു. ഇനി ആസ്തികൾ, നമ്മുടെ ആസ്തികളായ വീട്, അതുപോലെ തന്നെ പുരയിടം, ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് കിട്ടുന്നു? വീടിലാണെങ്കിൽ വാടക കിട്ടുന്നു, പുരയിടത്തിലാണെങ്കിൽ പാട്ടം ലഭിക്കുന്നു. അപ്പം ഇതൊക്കെ നമ്മുടെ ആസ്തികളാണ്. ഇനി ഓഹരി നിക്ഷേപങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ് ലാഭവിഹിതം. അപ്പം ഇത്രയുമാണ് വരുമാന സ്രോതസ്സുകളും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും. വ്യക്തിഗത വരുമാനവും കുടുംബ വരുമാനവുമാണ് അടുത്ത് നമ്മൾ പഠിക്കുന്നത്. വ്യക്തിഗത വരുമാനം, അതുപോലെ കുടുംബ വരുമാനം. വരുമാന സ്രോതസ്സുകൾ വ്യത്യസ്തമായിരിക്കുന്നത് പോലെ അവയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ വരുമാന സ്രോതസ്സുകൾ നമ്മൾ കണ്ടു, ഒരുപാട് സ്രോതസ്സുകൾ നമ്മൾ കണ്ടു. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം വ്യത്യസ്തമായിരിക്കുന്നത് പോലെ തന്നെ എന്താണ് നമ്മുടെ വരുമാന സ്രോതസ്സുകളും അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും വ്യത്യസ്തമായിരിക്കുമെന്നാണ് പറയുന്നത്. ഒരു വ്യക്തിക്ക് തന്നെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം നേടാൻ കഴിയും. അപ്പോൾ ഒരു വ്യക്തിക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? വിവിധ സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം നേടാൻ കഴിയും. ഉദാഹരണത്തിന്, കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ ബാങ്ക് നിക്ഷേപത്തിൽ നിന്ന് ലഭ്യമാകുന്ന പലിശയും കൃഷി അനുബന്ധ ബിസിനസ്സിൽ നിന്നും കിട്ടുന്ന ലാഭവും ആ വ്യക്തിയുടെ വരുമാനമാണ്. അപ്പോൾ ഒരു വ്യക്തി കൃഷി ചെയ്യുന്നു, കൃഷി ചെയ്യുമ്പോൾ ആ കൃഷിയിൽ നിന്ന് അദ്ദേഹത്തിന് വിളവ് കിട്ടുന്നു, അതൊരു വരുമാനമാണ്. അപ്പോൾ ഈ വിളവ് കിട്ടുന്ന പൈസ അദ്ദേഹം ബാങ്കിൽ നിക്ഷേപിക്കുന്നു, അതൊരു വരുമാനമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് കൃഷി അനുബന്ധ ബിസിനസ്സിൽ നിന്നും കിട്ടുന്ന ലാഭം, ഈ കൃഷി ചെയ്ത് കിട്ടുന്ന വിളവുകളൊക്കെ നൽകുന്ന ലാഭം, അതും അദ്ദേഹത്തിൻ്റെ വരുമാനമാണ്. ഇത്തരത്തിൽ തൊഴിലുകളിലൂടെയും തൊഴിലിതര മാർഗങ്ങളിലൂടെയും ഒരു വ്യക്തിക്ക് വരുമാനം ലഭിക്കുന്നു. അപ്പോൾ തൊഴിലിലൂടെയും തൊഴിലിതര മാർഗങ്ങളിലൂടെയും ഒരു വ്യക്തിക്ക് എന്ത് കിട്ടുന്നുണ്ട്? വരുമാനം ലഭിക്കുന്നുണ്ട്. ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് വ്യക്തിഗത വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ വ്യക്തിഗത വരുമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ, അപ്പോൾ ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനത്തെയാണ് നമ്മൾ വ്യക്തിഗത വരുമാനം എന്ന് പറയുന്നത്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ വിവിധ വരുമാന സ്രോതസ്സുകളെക്കുറിച്ച് ചർച്ച ചെയ്തല്ലോ. ഇത്തരത്തിൽ ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്കെല്ലാം കൂടി ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് എന്തെന്ന് പറയുന്നത്? കുടുംബ വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും കൂടി ഒരു നിശ്ചിത കാലയളവിൽ, ഇപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും നമ്മുടെ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനം, അതാണ് നമ്മുടെ കുടുംബ വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ വ്യക്തിഗത വരുമാനം എന്തെന്നറിഞ്ഞു, അതുപോലെ കുടുംബ വരുമാനം എന്തെന്ന് പറഞ്ഞു. വ്യക്തിഗത വരുമാനം നമ്മൾ പറഞ്ഞു, ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ് വ്യക്തിഗത വരുമാനം എന്ന് പറയുന്നത്. അതുപോലെ ഒരു നിശ്ചിത കാലയളവിൽ ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും കൂടി ലഭിക്കുന്ന ആകെ വരുമാനത്തെ നമ്മൾ എന്തെന്ന് പറയുന്നു? കുടുംബ വരുമാനം എന്ന് പറയുന്നു. തൊഴിലുകൾ വിവിധ തരമുണ്ട്. അപ്പോൾ തൊഴിലുകൾ എങ്ങനെയാണ്? വിവിധ തരത്തിലുള്ള തൊഴിലുകളുണ്ട്. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഇതിലെന്താണ്? ഇത് ഒരു ഡോക്ടറും ഒരു നഴ്സും കൂടി രോഗിയെ പരിചരിക്കുന്നു, ആതുര സേവനം. ഇനി ഇവിടെ കന്നുകാലി പരിപാലനം, അതുപോലെ ഇവിടെ അധ്യാപകൻ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നു. അതുപോലെ ഡ്രൈവിങ്, വണ്ടി ഓടിക്കുന്നത് ഡ്രൈവർ. അതുപോലെ തന്നെ വക്കീല്, അതുപോലെ കൃഷി. ഇതൊക്കെ മുകളിൽ നൽകിയിട്ടുള്ള ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ. ഏതെല്ലാം തൊഴിലുകൾ ചിത്രത്തിൽ കാണുന്നു? അപ്പം നമ്മളിവിടെ കണ്ടു അധ്യാപനം കണ്ടു, അതുപോലെ വക്കീലിൻ്റെ ജോലി കണ്ടു, അതുപോലെ ഡ്രൈവറെ കണ്ടു, കൃഷിപ്പണി ചെയ്യുന്നവരെ കണ്ടു, ഡോക്ടറെ കണ്ടു, പിന്നെ കന്നുകാലി പരിപാലിക്കുന്നവരെയൊക്കെ നമ്മളിവിടെ കണ്ടു. കാർഷിക തൊഴിലുകൾ, കാർഷികേതര തൊഴിലുകൾ. അപ്പോൾ നമ്മുടെ ഇതിൽ എന്തൊക്കെയുണ്ട്? കാർഷിക തൊഴിലുകളുമുണ്ട്, കാർഷികേതര തൊഴിലുകളുമുണ്ട്.
പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി ഭക്ഷ്യവസ്തുക്കളുടെയും നാരുകളുടെയും ഉൽപാദനത്തിനായി സസ്യങ്ങൾ വളർത്തുന്നത്, കന്നുകാലി വളർത്തൽ, മത്സ്യകൃഷി തുടങ്ങിയവ കാർഷിക തൊഴിലുകളാണ്. അപ്പോൾ എന്തൊക്കെയാണ്? നമ്മുടെ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി ഭക്ഷ്യവസ്തുക്കളുടെയും നാരുകളുടെയും ഉൽപാദനത്തിനായി നമ്മൾ എന്ത് ചെയ്യുന്നു? സസ്യങ്ങൾ വളർത്തുന്നു, അതായത് നമ്മൾ കൃഷി ചെയ്യുന്നു. അതുപോലെ കന്നുകാലി വളർത്തൽ, മത്സ്യകൃഷി തുടങ്ങിയവ കാർഷിക തൊഴിലുകളാണ്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ കൃഷി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പം നമുക്കറിയാം ഇന്ത്യയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് എന്താണ്? മുമ്പ് കാലത്തൊക്കെ ഇന്ത്യയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് കൃഷിയായിരുന്നു. അപ്പം കൃഷി എന്ന് പറയുന്നത് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. എവിടെ? നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ. ഇന്ത്യയിലെ മൊത്തം തൊഴിലാളികളിൽ 46.5% പേർ കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്ത്യയിലെ മൊത്തം 100% ആളുകളെ എടുത്താൽ അതിൽ 46.5% പേരും എന്താണ്? കൃഷിയും അതുപോലെ അനുബന്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നു. നമ്മുടെ എക്കണോമിക് റിവ്യൂ 2022-23 റിപ്പോർട്ട് അനുസരിച്ചുള്ള ഒരു കണക്കാണ് ഇവിടെ പറഞ്ഞത്. നമ്മുടെ ഇന്ത്യയിലെ മൊത്തം തൊഴിലാളികളിൽ എത്ര പേരാണ്? 46.5% പേർ കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും നടത്തി വരുന്നു. അടുത്ത് നമ്മൾ പറയുന്നത് കാർഷികേതര തൊഴിലുകളാണ്. കാർഷികേതര തൊഴിലുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കാർഷിക തൊഴിലുകളിൽ ഉൾപ്പെടാത്ത എല്ലാവിധ തൊഴിലുകളെയും കാർഷികേതര തൊഴിലായി പരിഗണിക്കാം. അപ്പോൾ കാർഷിക തൊഴിൽ അല്ലാത്ത എല്ലാ തൊഴിലുകളും നമ്മൾ എന്തായിട്ട് പരിഗണിക്കുന്നുണ്ട്? കാർഷികേതര തൊഴിലുകളായി പരിഗണിക്കാം. വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന തൊഴിലുകളും വിവിധ തരം സേവനങ്ങളും കാർഷികേതര തൊഴിലുകളാണ്. അപ്പോൾ കാർഷികേതര തൊഴിലുകളിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ്? വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന തൊഴിലുകൾ, അതായത് വ്യവസായങ്ങൾ. ഇനി വിവിധ തരം സേവനങ്ങൾ, ഡോക്ടറുടെ സേവനം, ടീച്ചറിൻ്റെ സേവനം, ബാങ്കിങ്, ഇതൊക്കെ നിരവധി സേവനങ്ങളാണ്. അപ്പോൾ ഈ സേവനങ്ങളും കാർഷികേതര തൊഴിലുകളാണെന്നാണ് പറയുന്നത്. വസ്ത്രനിർമ്മാണം, കെട്ടിട നിർമ്മാണം, ബിസിനസ്, ബാങ്കിങ്, അധ്യാപനം, ഗതാഗതം, ഫാക്ടറി തൊഴിലുകൾ തുടങ്ങിയവ കാർഷികേതര തൊഴിലുകൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ കാർഷികേതര തൊഴിലുകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് പറഞ്ഞത്? വസ്ത്രനിർമ്മാണം പറഞ്ഞു, അതുപോലെ കെട്ടിട നിർമ്മാണം, ബിസിനസ്, ബാങ്കിങ്, അധ്യാപനം, ഗതാഗതം, ഫാക്ടറി തൊഴിലുകൾ, ഇതൊക്കെ കാർഷിക ഇതര തൊഴിലുകൾക്ക് ഉദാഹരണമാണ്. നിങ്ങളുടെ ചുറ്റുപാടുകളിൽ കാണുന്ന തൊഴിലുകളെ കാർഷിക തൊഴിലുകളെന്നും കാർഷികേതര തൊഴിലുകളെന്നും തരംതിരിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാർഷിക തൊഴിലുകൾ നമ്മൾ പറഞ്ഞു. നെൽകൃഷി എന്ന് പറയുന്നത് ഒരു കാർഷിക തൊഴിലാണ്. അതുപോലെ മത്സ്യകൃഷി എന്ന് പറയുന്നത് കാർഷിക തൊഴിലാണ്. കന്നുകാലി പരിപാലനം എന്ന് പറയുന്നത് കാർഷിക തൊഴിലാണ്. ഇങ്ങനെയുള്ളതെല്ലാം കാർഷിക തൊഴിലാണ്. അതായത് നമ്മൾ ഭക്ഷ്യവസ്തുക്കൾ നിർമ്മിക്കുന്നതും അതുപോലെ സസ്യങ്ങൾ, മറ്റ് ആവശ്യങ്ങൾക്കുള്ള സസ്യനിർമ്മാണങ്ങൾ എല്ലാം, സസ്യങ്ങൾ പിടിപ്പിക്കുന്നത്, ഇവയൊക്കെ ഏതിൽ വരുന്നതാണ്? കാർഷിക തൊഴിലിൽ വരുന്നതാണെന്ന് പറഞ്ഞു. ഇനി കാർഷികേതര തൊഴിലുകളിൽ നമ്മൾ പറഞ്ഞു കച്ചവടം, അതുപോലെ കെട്ടിട നിർമ്മാണം, ഫാക്ടറി ജോലികൾ, ഇതൊക്കെ കാർഷികേതര തൊഴിലുകളാണ്. ഇനി നമ്മൾ പറയുന്നത് സ്വയം തൊഴിൽ എന്താണ്? സിബിയുടെ മാതാപിതാക്കൾ സ്റ്റാർ പിക്കിൾസ് എന്ന പേരിൽ അച്ചാർ യൂണിറ്റ് നടത്തി വരികയാണ്. സ്വന്തമായി തൊഴിൽ ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ സർക്കാരിൻ്റെ സഹായത്തോടു കൂടി തുടങ്ങിയ ഈ തൊഴിൽ സംരംഭം ലാഭകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സിബിയുടെ കുടുംബത്തിൻ്റെ വരുമാന മാർഗം എന്നതിനൊപ്പം 10ഓളം കുടുംബങ്ങൾക്ക് ഈ സംരംഭത്തിലൂടെ തൊഴിൽ ലഭിക്കുന്നു. അപ്പോൾ ഇതാണ് സ്വയം തൊഴിൽ എന്ന് പറയുന്നത്. അപ്പോൾ സർക്കാർ സഹായത്തോടെ എന്ത് ചെയ്യുന്നു? സ്വന്തമായി തൊഴിൽ ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ സർക്കാരിൻ്റെ സഹായത്തോടെ തുടങ്ങുന്ന സംരംഭമാണ് സ്വയം തൊഴിൽ പദ്ധതി എന്ന് പറയുന്നത്. കുറിപ്പ് വായിച്ചല്ലോ. ഇത്തരത്തിലുള്ള തൊഴിൽ സംരംഭങ്ങൾ വ്യക്തികൾ ഒറ്റയ്ക്കും കൂട്ടായും നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഏതെങ്കിലും തൊഴിലുടമയുടെ നിയന്ത്രണത്തിലല്ലാതെ സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ ഉപജീവനം നടത്തുന്നതിനെയാണ് സ്വയം തൊഴിൽ എന്ന് പറയുന്നത്. അപ്പോൾ സ്വയം തൊഴിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും തൊഴിലുടമയുടെ നിയന്ത്രണത്തിലല്ലാതെ സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ
ഉപജീവനം നടത്തുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്വയം തൊഴിൽ എന്ന് പറയുന്നത്. സ്വയം തൊഴിലിൽ ഏർപ്പെടുന്ന വ്യക്തി തൻ്റെ സംരംഭത്തിൻ്റെ ഉടമസ്ഥതയും അതേ അവസരത്തിൽ ഒരു തൊഴിലാളിയുടെ എല്ലാ ഉത്തരവാദിത്വവും നിർവഹിക്കുന്നു. അപ്പോൾ ഒരു വ്യക്തി സ്വയം തൊഴിലിലാണ് ഏർപ്പെട്ടിരിക്കുന്നതെങ്കിൽ അയാൾ എന്ത് ചെയ്യുന്നു? തൻ്റെ സംരംഭകത്തിൻ്റെ ഉടമസ്ഥതയും അതേ അവസരത്തിൽ ഒരു തൊഴിലാളിയുടെ ഉത്തരവാദിത്വവും നിർവഹിക്കുന്നു. അപ്പോൾ ഒരുമിച്ച് തന്നെ അദ്ദേഹം ഒരു തൊഴിലാളിയും മുതലാളിയുമാണ്. എവിടെ? സ്വയം തൊഴിലിൽ. സ്വയം തൊഴിലിൽ വ്യക്തികൾ കൂടുതലും ഒറ്റയ്ക്കാണ് അവരുടെ സംരംഭം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ സ്വയം തൊഴിലിൽ എങ്ങനെയാണ്? എല്ലാ വ്യക്തികളും, അത് മിക്ക വ്യക്തികളും എങ്ങനെയാണ്? ഒറ്റയ്ക്കാണ് അവരുടെ സംരംഭം കൈകാര്യം ചെയ്യുന്നത്. അതിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിൻ്റെ പൂർണ്ണ അവകാശി സ്വയം തൊഴിൽ സംരംഭകർ മാത്രമായിരിക്കും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സ്വയം തൊഴിൽ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ലാഭം കിട്ടുകയാണെങ്കിലും അതിൽ നിന്ന് എത്രത്തോളം വരുമാനം കിട്ടുന്നതെങ്കിലും അതിൻ്റെ പൂർണ്ണ അവകാശി ആര് തന്നെയാണ്? ആ സ്വയം തൊഴിൽ സംരംഭകർ മാത്രമായിരിക്കും. നിങ്ങളുടെ പ്രദേശത്ത് വ്യക്തികൾ ഒറ്റയ്ക്കോ കൂട്ടായോ നടത്തുന്ന പലചരക്ക് കടകൾ, തുന്നൽ കടകൾ, പലഹാരക്കടകൾ തുടങ്ങിയവ കാണാറില്ലേ? ഇതൊക്കെ സ്വയം തൊഴിൽ സംരംഭത്തിന് ഉദാഹരണമാണ്. അപ്പോൾ ചിലപ്പോൾ ചോദിക്കാം താഴെ തന്നിരിക്കുന്നതിൽ സ്വയം തൊഴിൽ സംരംഭത്തിന് ഉദാഹരണം ഏത് എന്ന് ചോദിക്കാം. പലചരക്ക് കടകൾ, തുന്നൽ കടകൾ, പലഹാരക്കടകൾ ഇതൊക്കെ സ്വയം തൊഴിൽ ചെയ്യുന്ന സംരംഭത്തിന് ഉദാഹരണമാണ്. ചുവടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ച് അവ ഏത് തൊഴിലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് എഴുതി ചേർക്കുക. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് എന്താണ്? തുന്നൽ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എന്താണ്? ഒരു സ്വയം തൊഴിൽ പദ്ധതിയാണ്. എന്തെന്ന് പറയുന്നത്? തുന്നൽ എന്ന് പറയുന്നത് സ്വയം തൊഴിലാണ്. സ്വയം തൊഴിലാണ്. ഇനി ഇവിടെ 2 സ്ത്രീകൾ ബുക്ക് ബൈൻഡിങ് നടത്തുന്നുണ്ട്. അതും എന്താണ്? സ്വയം തൊഴിലാണ്. 2 പേർ ചേർന്നിട്ടുള്ള ഒരു സ്വയം തൊഴിലാണ് എന്തെന്ന് പറയുന്നത്? ഇവിടെ ബുക്ക് ബൈൻഡിങ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന ഒരു ഷോപ്പാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതും എന്താണ്? ഒരു സ്വയം തൊഴിലാണ്. ഇനി ഇവിടെ പിക്കിൾസ് ഉണ്ടാക്കുന്ന ഒരു ചിത്രം തന്നിട്ടുണ്ട്. അതും ഒരു സ്വയം തൊഴിൽ സംരംഭമാണ്. തൊഴിൽ സംരംഭത്തിൻ്റെ സവിശേഷതകൾ എഴുതി ചേർക്കൂ. മറ്റൊരാളെ ആശ്രയിക്കാതെ സ്വന്തമായുള്ള തൊഴിൽ സംരംഭത്തിലൂടെ വരുമാനം കണ്ടെത്തുന്നു. അപ്പോൾ നമുക്കറിയാം എന്താണ് സ്വയം തൊഴിൽ സംരംഭത്തിൻ്റെ സവിശേഷത എന്തൊക്കെയാണ്? മറ്റൊരാളെ ആശ്രയിക്കാതെ സ്വന്തമായുള്ള തൊഴിൽ സംരംഭത്തിലൂടെ വരുമാനം കണ്ടെത്തുന്നു. ഇനി ഇങ്ങനെ കിട്ടിയാലുള്ള വരുമാനത്തിൻ്റെ പൂർണ്ണ അവകാശി ആരായിരിക്കും? ആ സ്വയം തൊഴിൽക്കാർ തന്നെ ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചു. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ സ്വയം തൊഴിൽ സംരംഭങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അതിനായി സ്വയം തൊഴിൽ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. അപ്പോൾ സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് നമ്മുടെ സർക്കാർ വിവിധ പദ്ധതികൾ എന്ത് ചെയ്തിട്ടുണ്ട്? നടപ്പിലാക്കി വരുന്നു. ഇനി സ്വയം തൊഴിൽ പദ്ധതികൾ, അതിൻ്റെ ഗുണഭോക്താക്കൾ. സ്വയം തൊഴിൽ പദ്ധതികളാണ് പറയുന്നത്. ഒന്നാമത്തേത് നവജീവൻ പദ്ധതി. അപ്പോൾ നവജീവൻ പദ്ധതി എന്ന് പറയുന്നത് ഒരു സ്വയം തൊഴിൽ പദ്ധതിയാണ്. ഇതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് മുതിർന്ന പൗരന്മാരാണ്. അപ്പം നവജീവൻ പദ്ധതി എന്ന് പറയുന്നത് മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ പദ്ധതി. ഇനി കൈവല്യ എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാർക്കുള്ള ഒരു സ്വയം തൊഴിൽ പദ്ധതിയാണ് കൈവല്യ. ഇനി ശരണ്യ എന്ന് പറയുന്നത് വനിതകൾക്കായുള്ള ഒരു സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു നവജീവൻ പദ്ധതി മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ്. കൈവല്യ എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ്. ശരണ്യ എന്ന് പറയുന്നത് വനിതകൾക്കായുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ. സ്വയം തൊഴിൽ സംരംഭത്തിലൂടെ വിജയം നേടിയ ചിലരുടെ അനുഭവങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ചായ്പിൽ തുടങ്ങിയ പലഹാര നിർമ്മാണം. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കുന്നത് ചായ്പിൽ തുടങ്ങിയ പലഹാര നിർമ്മാണത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മലപ്പുറം ജില്ലയിലെ കർഷക കുടുംബത്തിൽ ജനിച്ച അനു സ്വന്തം വീട്ടിൽ നിന്നാണ് സ്വയം തൊഴിൽ സംരംഭം ആരംഭിച്ചത്. വീട്ടിലെ ചായ്പിൽ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി സാധാരണ പലഹാര ഇനങ്ങൾ ഉണ്ടാക്കി വിൽക്കുകയായിരുന്നു.
ക്രമേണ ആവശ്യക്കാർ കൂടി വന്നു. ഇന്ന് 60ഓളം ഇനം പലഹാരങ്ങൾ നിർമ്മിച്ച് വിൽക്കുന്നു. വർഷത്തിൽ 11 കോടിയോളം രൂപയുടെ കച്ചവടമാണ് നടക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ അനുവിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ചായ്പിൽ തുടങ്ങിയൊരു പലഹാര നിർമ്മാണം അത് ഇപ്പോൾ എന്ത് ചെയ്തു, ഇപ്പോൾ ഒരു വർഷത്തിൽ 11 കോടിയോളം രൂപയുടെ കച്ചവടമാണ് അവിടെ നടക്കുന്നതെന്നാണ് പറയുന്നത്. പ്രതിമാസം 50,000 രൂപ സമ്പാദിക്കുന്ന വീട്ടമ്മ. അപ്പോൾ ഒരു മാസത്തിൽ എത്രയാണ്? 50,000 രൂപ സമ്പാദിക്കുന്ന ഒരു വീട്ടമ്മയുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. പെയിൻറ്റിങ് ഹോബിയെ ബിസിനസ് തലത്തിലേക്ക് കൊണ്ടുവന്ന് വിജയം കൊയ്ത സംരംഭകയാണ് സജിത. ഫാബ്രിക് പെയിൻറ്റിംഗ് ആണ് ഇവരുടെ ബിസിനസ് എന്ന് പറയുന്നത്. സാരികൾ, ഷർട്ടുകൾ, ചുരിദാറുകൾ, കുട്ടികളുടെ വസ്ത്രങ്ങൾ എന്നിവയിൽ മനോഹരമായി പെയിൻറ്റിംഗ് ചെയ്യുന്നു. ഫാബ്രിക് പെയിൻറ്റിങ്ങിനെ ഒരു ഹോബി എന്ന നിലയിൽ നിന്ന് ബിസിനസ് ആക്കി വികസിപ്പിച്ച് വിജയിച്ചു. ഇപ്പോൾ പ്രതിമാസം 50,000 രൂപ എന്ത് ചെയ്യുന്നു, സമ്പാദിക്കുന്നു. മുകളിൽ കൊടുത്തിട്ടുള്ള മാതൃകകൾ ശ്രദ്ധിച്ചല്ലോ. അധ്വാനിക്കാനുള്ള മനസ്സും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ വിവിധ തൊഴിലുകൾ ചെയ്ത് ജീവിത വിജയം കൈവരിക്കാം. എല്ലാ തൊഴിലിനും അതിൻ്റേതായ മഹത്വമുണ്ട്. വിദ്യാഭ്യാസത്തിനും അഭിരുചിക്കും അനുസരിച്ച് ഇഷ്ടമുള്ള തൊഴിൽ തിരഞ്ഞെടുക്കാൻ ഓരോരുത്തർക്കും അവകാശമുണ്ട്. ഒരു രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക പുരോഗതി നിർണ്ണയിക്കുന്നതിൽ തൊഴിലുകൾ പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു ചാപ്റ്റർ നമ്മളെ മനസ്സിലാക്കി തരുന്നത് എന്താണ്? അധ്വാനിക്കാനുള്ള മനസ്സും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ വിവിധ തൊഴിലുകൾ ചെയ്ത് ജീവിത വിജയം കൈവരിക്കാം. എല്ലാ തൊഴിലിനും അതിൻ്റേതായ മഹത്വമുണ്ട്. വിദ്യാഭ്യാസത്തിനും അഭിരുചിക്കും അനുസരിച്ച് ഇഷ്ടമുള്ള തൊഴിൽ തിരഞ്ഞെടുക്കാൻ ഓരോരുത്തർക്കും അവകാശമുണ്ട്. ഒരു രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക പുരോഗതി നിർണ്ണയിക്കുന്നതിൽ തൊഴിലുകൾ പ്രധാന പങ്ക് വഹിക്കുന്നു എന്നതാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സന്ദേശം എന്ന് പറയുന്നത്. ഇനി ഇവിടെ കുട്ടികൾക്കായുള്ള തുടർ പ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ചാപ്റ്റർ. അപ്പോൾ ഈ ചാപ്റ്റർ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിൻ്റെയൊക്കെ പിന്നെ അതിൻ്റെ PDF ലഭിക്കുന്നതിന് വേണ്ടി നമ്മളൊരു വാട്സപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ നമ്പർ ഇതിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കറണ്ട് അഫേഴ്സ് അതുപോലെ തന്നെ മറ്റ് വീഡിയോസൊക്കെ ഇടുമ്പോൾ അതിൻ്റെ PDF നോട്ട് അതിൽ പിൻ ചെയ്ത് വച്ചേക്കാം. അപ്പോൾ എല്ലാവരും ക്ലാസ് കണ്ട് നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് അതുപോലെ കൂട്ടുകാർക്ക് എല്ലാം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അതുപോലെ നിർദ്ദേശങ്ങളും പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചൂണ്ടിക്കാണിക്കുക. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളാണ് ഞങ്ങൾക്ക് ഇനിയും മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം നൽകുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് താങ്ക് യു.